തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തിരുമയം. തലസ്ഥാന നഗരിയായ പുതുക്കോട്ടയിൽ നിന്ന് 22 കിലോമീറ്ററും കാരായിക്കുടി നഗരത്തിൽ നിന്നും 20 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണിത്. പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായ സത്യമൂർത്തി 1887 തിരുമയത്താണ് ജനിച്ചത്. പട്ടണത്തിൽ നിന്നും കാരക്കുടിയിലേക്കുള്ള റോഡാണിത്. ഇത് യഥാർത്ഥത്തിൽ തിരുച്ചിറപ്പള്ളിയെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH 210 ആണ്. ഈ റോഡിലെ ആദ്യത്തെ പ്രധാന കവലയാണ് തിരുമയം. മധുരൈ റോഡ് തിരുമയത്തിൽ നിന്നും വഴിതിരിയുന്നു. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ തിരുമയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കോട്ടയാണ് പുതുക്കോട്ടൈ കോട്ട എന്നറിയപ്പെടുന്ന തിരുമയം കോട്ട. ഒരു യാത്രയിൽ അവിചാരിതമായി കണ്ട കാഴ്ചയാണ് ഈ ചെറിയ വീഡിയോയിൽ. ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ പ്രവേശിക്കുമ്പോൾ ഭൈരവ പ്രതിഷ്ഠയുള്ളൊരു ചെറിയ ക്ഷേത്രഗോപുരമാണ് കാണുന്നത്. സുരക്ഷിതമായ യാത്രയ്ക്കായി ഇവിടെ നിർത്തി യാത്രികർ പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ പഴയ കോട്ടയുടെ പുറത്തെ മതിലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗോപുരം അതിമനോഹരമായ കൊത്തുപണികൾക്കും സങ്കീർണമായ ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. ഇതിൻ്റെ വാസ്തുവിദ്യ ദ്രാവിഡ, രാജസ്ഥാനി, ഇൻഡോ ഇസ്ലാമിക് എന്നിവയുൾപ്പെടെ വിവിധ ശൈലികൾ സമന്വയിപ്പിക്കുന്ന ഒരു സവിശേഷവും ആകർഷകവുമായ കാഴ്ചയാകുന്നു. പതിനേഴാം നൂറ്റാണ്ടിൽ പുതുക്കോട്ടൈ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന സേതുപതി വിജയ രഘുനാഥ് തേവർ നിർമ്മിച്ച തിരുമയം കോട്ട ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണിത്. ശത്രു ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധ ഘടനയായാണ് കോട്ട നിർമ്മിച്ചത്. ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതും 40 അടിയിലധികം ഉയരം ഉള്ള മതിലുകൾ ഉള്ളതുമായ കോട്ട അക്കാലത്തെ ശക്തമായൊരു നിർമ്മാണമായിരുന്നു. ദ്രാവിഡ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിക്ക് കോട്ട അറിയപ്പെടുന്നു. കോട്ടയ്ക്ക് 2 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രധാന കോട്ടയും മറ്റൊന്ന് കുന്നിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കോട്ടയും. ചെറിയ കോട്ട രാജകുടുംബത്തിന്റെ വസതിയായി ഉപയോഗിച്ചിരുന്നു. എന്തുകൊണ്ടോ കോട്ടയുടെ പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുന്നു. മുകൾ ഭാഗം മാത്രമേ കാണുവാൻ കഴിയൂ. അന്വേഷിച്ചപ്പോൾ എന്തോ അറ്റകുറ്റപ്പണികൾക്കായി കോട്ടയുടെ ചില ഭാഗങ്ങൾ അടച്ചതാണ് എന്നറിയാൻ കഴിഞ്ഞു. നൂറ്റാണ്ടുകളായി നിരവധി യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും വേദിയായിരുന്ന കോട്ടയ്ക്ക് സമ്പന്നവും ചരിത്രപരവുമായൊരു ഭൂതകാലമുണ്ട്. കുന്നിനു മുകളിലുള്ള ഇതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം അതിനെ ഒരു സ്വാഭാവിക പ്രതിരോധ കോട്ടയും ഒരു പ്രധാന സൈനിക കേന്ദ്രവുമാക്കി മാറ്റി. ഇന്ന് തിരുമയം കോട്ട ഈ പ്രദേശത്തിന്റെ മഹത്തായ ഭൂതകാലത്തിന്റെ മഹത്തായ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ചരിത്രപ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സന്ദർശിക്കേണ്ട സ്ഥലമാണിത്. ഈ കോട്ടയ്ക്ക് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. പോളിഗർ യുദ്ധങ്ങളിലെ വിവിധ മേധാവികളുടെ ഒരു പ്രധാന കോട്ടയായിരുന്നു ഇത്. പാഞ്ചാലക്കുറിശി പ്രഭുവായ കട്ടബൊമ്മന്റെ സഹോദരനായ ഊമാതുരയെ ഈ കോട്ടയിൽ വച്ചാണ് പിടികൂടിയത്. ഊമയൻ കോട്ട എന്നാണ് ഈ കോട്ട പ്രാദേശികമായി അറിയപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് കോട്ടയുടെ പരിപാലനവും ഭരണവും. ഈ കാലഘട്ടത്തിലെ യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും ചരിത്രത്തിലേക്ക് നോക്കുവാനും മികച്ച കരകൗശല വിദ്യയോ ആധുനിക എഞ്ചിനീയറിംഗോ ഉപയോഗിക്കാതെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ നിർമ്മാണ ഘടനയെ ഇന്നും ഒരു അത്ഭുതമാണ്. ഈ കോട്ട പ്രകൃതി രമണീയമായ ഭൂപ്രകൃതികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു.
ഇത് ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു. ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ആകർഷണീയമായ സാക്ഷ്യമാണ് തിരുമയം കോട്ട. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.